ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്കാണ്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഈ കാണുന്ന ക്ഷേത്രമാണ് കോദണ്ഡരാമർ ക്ഷേത്രം. ധനുഷ്കോടിക്കും രാമേശ്വരം ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട പുണ്യക്ഷേത്രമാണ് ശ്രീ കോദണ്ഡരാമർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് പണ്ട് ശ്രീരാമൻ രാവണൻ്റെ അനുജനായ വിഭീഷണന് പട്ടാഭിഷേകം നടത്തിക്കൊടുത്തത്. അങ്ങനെ പട്ടാഭിഷേകം നടത്തിക്കൊടുത്തുകൊണ്ട് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ കോദണ്ഡരാമർ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലൂടെ നമുക്കൊന്ന് സന്ദർശനം നടത്തി പോകാം. ഈ കോദണ്ഡരാമ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാമേശ്വരത്ത് വന്ന് ഹോട്ടൽ റൂം എടുത്തതിന് ശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ധനുഷ്കോടിക്ക് പുറപ്പെട്ടു. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് ഏകദേശം 16 കിലോമീറ്റർ ദൂരമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഞങ്ങളൊരു ഓട്ടോറിക്ഷ ഹയർ ചെയ്താണ് ധനുഷ്കോടിയിലേക്ക് പുറപ്പെട്ടത്. ഓട്ടോറിക്ഷയ്ക്ക് നൽകേണ്ടി വന്നത് 1000 രൂപയാണ്. ഈ കോദണ്ഡരാമ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കരിക്കൻ കടയിൽ നിന്ന് ഞങ്ങളൊരു ഇളനീരൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്നും യാത്രയായി. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് രാമേശ്വരം എന്ന ദ്വീപിൻ്റെ തെക്കു കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു പട്ടണമാണ് ധനുഷ്കോടി. ഇതിനെ ഒരു ഗോസ്റ്റ് ടൗൺ അല്ലെ ഒരു പ്രേത നഗരം എന്നും വിളിക്കാറുണ്ട്. 1964 ഉണ്ടായ അതിശക്തമായ ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് ഈ നഗരം പൂർണ്ണമായി നശിക്കപ്പെട്ടു. ഇന്നും കാര്യമായി ജനവാസമില്ലാത്ത ഒരു പ്രേത നഗരമായിട്ടാണ് ഈ ധനുഷ്കോടി കാണപ്പെടുന്നത്. 1964 ഡിസംബർ 22-ാം തീയതി ഉണ്ടായ ഒരു വൻ ചുഴലിക്കാറ്റിൻ്റെ പരിണിത ഫലമായി ഈ ധനുഷ്കോടി എന്ന തുറമുഖ പട്ടണം പാടെ നശിച്ചുപോയി. ഏതാണ്ട് 1800 പേർ മരിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ തമിഴ്നാട്ടിലെ മെയിൻലാൻഡിൽ നിന്ന് രാമേശ്വരത്തേക്ക് പുറപ്പെട്ട ഒരു ട്രെയിൻ കടലിലേക്ക് മറിയുകയും അതിലുണ്ടായിരുന്ന 115 യാത്രക്കാർ തൽക്ഷണം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധനുഷ്കോടിയിലെ പണ്ടുണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളാണ്. 1964 ചുഴലിക്കൊടുങ്കാറ്റിൽ നശിപ്പിക്കപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നത്തെ റെയിൽവേ സ്റ്റേഷന്റെ ചില ഭാഗങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഉൾഭാഗത്തായിരുന്നു അന്ന് റെയിൽവേ സ്റ്റേഷന് ആവശ്യമായ വെള്ളത്തിന്റെ സ്രോതസ്സായ കിണർ നിലനിന്നിരുന്നത്. ഈ ബോർഡിൽ പ്രതിപാദിക്കുന്നത് 1964 മുമ്പുള്ള, അതായത് ചുഴലിക്കൊടുങ്കാറ്റിന് മുമ്പുള്ള സ്ഥിതിയും അതിന് ശേഷമുള്ള കാര്യങ്ങളുമാണ് ഈ ബോർഡിലൂടെ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഈ ധനുഷ്കോടിയിലുള്ള ഒരു പഴയ കോവിലാണ്.
ആ കോവിലില് രാമസേതു ബന്ധനത്തിന് ഉപയോഗിച്ച ഫ്ലോട്ടിംഗ് സ്റ്റോണുകളിൽ ഒന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ അങ്ങനെയുള്ളൊരു ഫ്ലോട്ടിംഗ് സ്റ്റോണാണ് ഇവിടുത്തെ ഈ ബക്കറ്റിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ നെറ്റിനകത്തൂടെ നോക്കിയാൽ കാണുന്ന കല്ലാണ് ആ ഫ്ലോട്ടിംഗ് സ്റ്റോൺ. ശിവ അല്ലേ? ധനുഷ്കോടി ശിവ, പാർവതി. ഇത് പാർവതിയെ ഉള്ളിൽ ഉള്ള ശിവ, പാർവതി, മുരുക, ബാലമുരുക, വിനായക, ആഞ്ജനേയ. ആഞ്ജനേയ കണ്ട നമ്മള് ധനുഷ്കോടി ബീച്ചിലൂടെ നടക്കുന്ന കുതിര ദൃശ്യങ്ങൾ കാണാം. തകർന്നടിഞ്ഞ ധനുഷ്കോടി പട്ടണം കാണാം. അങ്ങനെ വേദനാജനകമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഫോട്ടോയിൽ നിന്ന് ലഭിക്കുന്നത്. നശിച്ചുപോയ കോവിലാണ്. 1964 നശിച്ചുപോയ ഒരു കോവിലാണ് ഈ കാണുന്നത്. എന്താ പേര്? രാമു. ഇവിടുത്തെ ആളാണോ? ഇവിടെ ഈ കോവിലിന്റെ ആളാ? മകനാ? ശരി. 20 രൂപ. ഈ കാണുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു. 1964 ചുഴലി കൊടുങ്കാറ്റിൽ സമ്പൂർണ്ണമായി നശിച്ചുപോയ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഇത്. ആ ചർച്ചിൻ്റെ ഇപ്പോൾ കാണപ്പെടുന്ന അവശിഷ്ട ഭാഗങ്ങളാണ് ഇത്.
അന്നുണ്ടായിരുന്ന റെയിൽവേ ട്രാക്കിൻ്റെ അവശിഷ്ടമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങുകളുടെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ധനുഷ്കോടി ഹാർബർ നിന്നിരുന്ന സ്ഥലമാണ് അങ്ങ് ദൂരെ കാണുന്നത്. അവിടെ ചെറിയ കപ്പലുകളൊക്കെ അടുക്കുമായിരുന്നു. അവിടെ നിന്നാണ് ശ്രീലങ്കയിലേക്ക് കപ്പൽ ഗതാഗതം സാധിച്ചിരുന്നത്. ധനുഷ്കോടിയിലെ ഈ നാമാവിശിഷ്ടമായ പട്ടണം കണ്ടതിന് ശേഷം നമ്മൾ ധനുഷ്കോടി മുനമ്പിലേക്ക് യാത്രയാവുകയാണ്. ആ മുനമ്പിലേക്കുള്ള യാത്രയിലെ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ആ കാശി വിശ്വനാഥ ക്ഷേത്രം തീർത്ഥാടനം പൂർത്തിയാകണമെങ്കിൽ രാമേശ്വരം കൂടി നമ്മൾ സന്ദർശിക്കണം എന്നാണ് വെപ്പ്. രാമേശ്വരത്ത് വന്ന് സേതു സ്നാനം കൂടി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ തീർത്ഥാടനം പൂർത്തിയാകൂ എന്നാണ് വിശ്വാസം. ഇപ്പോൾ നമ്മൾ ധനുഷ്കോടി മുനമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ധനുഷ്കോടി മുനമ്പ്. ഇവിടെ നിന്നാണ് ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് രാമസേതു പണിതത്. സീതയെ രക്ഷിക്കാനായി രാവണനുമായി യുദ്ധം ചെയ്യാൻ തൻ്റെ വാനരപ്പടയുമായി പോകുന്നതിന് ശ്രീരാമൻ സൃഷ്ടിച്ച ഒരു പാലമാണ് രാമസേതു. ഈ രാമസേതുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊന്തിക്കിടക്കുന്ന കല്ലുകൾ കൊണ്ടാണ് ഈ രാമസേതു നിർമ്മാണം നടത്തിയത്. അങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് സ്റ്റോണുകൾ ഈ ധനുഷ്കോടിയിലും രാമേശ്വരത്തും അവിടെ ഇവിടെയായി അമൂല്യനിധിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് രാമസേതു ശ്രീലങ്കയ്ക്ക് നിർമ്മിച്ചതെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ രാമസേതു കാണാൻ സാധിക്കില്ല. കാരണം അവ സമുദ്രത്തിന് അടിയിലായി പോയതിനാൽ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കത്തില്ല. എത്ര പറഞ്ഞാലും തീരാത്ത കഥകൾ ഈ ധനുഷ്കോടിയെ പറ്റിയും രാമസേതുവിനെ പറ്റിയും ഉണ്ടെങ്കിലും സമയ പരിധി മൂലം അവ ഇവിടെ ദീർഘമായി പ്രതിപാദിക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ ഓഷ്യനും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അതീവ മനോഹരമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഈ കടൽ ആസ്വദിക്കുകയും അതുപോലെ ഫോട്ടോഷൂട്ടുകൾ നടത്തുകയും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വളരെ ആകർഷണീയമായ വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. ബീച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കടലുകളുടെ സംഗമ സ്ഥാനമാണ് ഈ ധനുഷ്കോടി മുനമ്പ്. നേരത്തെ ഈ ധനുഷ്കോടിയിൽ നിന്ന്, അതായത് 1964 ചുഴലിക്കൊടുങ്കാറ്റിന് മുമ്പ് ഇവിടെ നിന്നും ശ്രീലങ്കയിലെ തലയം മന്നാറിലേക്ക് ബോട്ട് സർവീസുകൾ നടത്തിയിരുന്നു. ധാരാളം യാത്രക്കാർ ചെന്നൈയിൽ നിന്നും മറ്റും വന്ന് ഇവിടുന്ന് ബോട്ടിൽ കയറി ശ്രീലങ്കയ്ക്ക് പുറപ്പെടുമായിരുന്നു. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു പ്രദേശമാണ് ധനുഷ്കോടി. ഇവിടുന്ന് ഏകദേശം 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീലങ്കയിൽ നമുക്ക് എത്തിച്ചേരാം. ധനുഷ്കോടി എന്നാൽ ധനുസിൻ്റെ അറ്റം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. രാമ-രാവണ യുദ്ധത്തിന് ശേഷം വിഭീഷണന്റെ അപേക്ഷ പ്രകാരം ശ്രീരാമൻ ഈ ധനുഷ്കോടിയുടെ അഗ്രഭാഗം തൻ്റെ വാളുപയോഗിച്ച് ഛേദിച്ചു എന്നാണ് വിശ്വാസം. കാരണം എന്തെന്ന് വെച്ചാൽ രാവണൻ്റെ ആൾക്കാർ പിന്നീട്
യുദ്ധത്തിനായി ഈ ചിറയിൽ കൂടി ഈ രാമസേതുവിൽ കൂടെ ഇങ്ങോട്ട് വരാതിരിക്കുവാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ധനുഷ്കോടി മുനമ്പിൽ ലഭിക്കുന്ന മധുരമായ മാമ്പഴവും പൈനാപ്പിളും മറ്റും രുചിച്ചു നോക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് രാമേശ്വരത്തിലേക്ക് യാത്രയായി. മാർഗമധ്യേ ഞങ്ങൾ APJ അബ്ദുൽ കലാമിൻ്റെ മുൻ പ്രസിഡൻ്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഭവനവും സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ചാരിതാർത്ഥ്യജനകമായ ഒരു യാത്രയായിരുന്നു രാമേശ്വരം ധനുഷ്കോടി യാത്ര. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.